അച്ഛ, ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ് അച്ഛ. വിവാഹം മുടങ്ങിയതില് എനിക്ക് എന്റെ മനസ്സിൽ സന്തോഷമുണ്ട്. പക്ഷെ എന്റെ വിവാഹം മുടങ്ങിയത് അച്ഛന്റെ മനസ്സിന് ഇത്രമാത്രം വേദനിപ്പിച്ച് കാണും എന്നാലോചിക്കുമ്പോ എന്റെ സന്തോഷം എനിക്ക് മറക്കേണ്ടി വരിക. അച്ഛന് സ്വന്തം ജീവനെക്കാളും സ്നേഹിക്കുന്ന ഈ മകളുടെ മനസ്സ് അച്ഛന അറിയാതെ പോവാ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അമ്മ എന്നെ മനസ്സിലാക്കുമായിരുന്നു. എന്റെ വിഷമത്തിലും സന്തോഷത്തിലും എന്റെ അമ്മ എന്റെ ഒപ്പം നിന്നേനെ. എന്റെ ചുറ്റുമുള്ള സ്നേഹമുള്ള അച്ഛനമ്മമാരെ കാണുമ്പോ എന്റെ മനസ്സ് പിടയ. രാജു ശ്രീയും ഒക്കെ എത്ര ഭാഗ്യവാന്മാരാ. അവരുടെ അമ്മ രാധമ്മയ്ക്ക് അവരോട് എന്ത് സ്നേഹം. രാധമ്മ എന്നോട് കാണിച്ച് സ്നേഹം കണ്ടപ്പോ എനിക്ക് ശരിക്കും അത്ഭുതം വന്നു. എന്നെങ്കിലും എന്റെ അച്ഛൻ എന്നോട് ഒരല്പം പരിഗണന കാണിക്കുമായിരിക്കും എന്ന വിശ്വാസത്തോടെ അച്ഛന്റെ മോള് ഇന്ന് ഉറക്കമുണരുന്നത്. പക്ഷെ എനിക്കും അച്ഛനും ഇടയിലുള്ള അകലം കൂടുകയാണെന്നുള്ള വിഷമയില്ലാത്ത ഒരു രാത്രി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോളെ, താല്പര്യമില്ലാത്ത വിവാഹം മുടങ്ങിയതിലല്ല മോളുടെ വിഷമമെന്ന് ചെറിയമ്മയ്ക്കറിയാം. അച്ഛന്റെ മനസ്സ് വിഷമിച്ചത് ചിന്തിച്ചിരുന്ന് മതി മോളെ. മോള് സമാധാനിക്കേ. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ? ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടല്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. അച്ഛൻ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എന്റെ അച്ഛൻ തൊട്ടടുത്തുണ്ടായിട്ടും ഒരു അനാഥയെ പോലെയാ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് മാത്രം എന്താ ചെറിയമ്മ ഇങ്ങനൊരു വിധി? കരയാതെ മോളെ. ദേ, മോളുടെ വിഷമങ്ങളെല്ലാം ഈ ചെറിയമ്മയ്ക്ക് അറിയാം. അപ്പൂനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കൊക്കെ മോളെ എന്ത് ഇഷ്ടാന്നറിയോ? എനിക്ക് ചിരിക്കുന്ന ഋതു ചേച്ചിയാ ഇഷ്ടം. ദേ, അപ്പു പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അപ്പുവിനെ പോലെ തന്നെയാ മോളും. മോളുടെ കാര്യങ്ങളിൽ ഏട്ടനെടുക്കുന്ന തീരുമാനങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് ഋതുവിനും അറിയാലോ. മോളുടെ കാര്യത്തിൽ ഏട്ടൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണമെന്ന് പലപ്പോഴും ഞാനും ശേഖരേട്ടനും ചിന്തിച്ചതാ. പക്ഷെ പറയാൻ ഞങ്ങൾക്കായില്ല. നോക്ക്, ചെറിയമ്മയും അപ്പു ശേഖരൻ ചെറിയച്ഛനും എന്നും മോളുടെ ഒപ്പാ. ഞങ്ങളോട് മോൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കണ്ണു തുടച്ചേ. ചെറിയമ്മ ഇവരോട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം, അല്ലെങ്കിൽ എന്റെ തനി നിറവര് കാണും. ഋതികയുടെ വിവാഹം നടത്താൻ പ്രതാപൻ തീരുമാനിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് അവൻ നിന്നെ പരിഗണിക്കുന്ന. പക്ഷെ അവന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതുപോലുമില്ല. അതുകൊണ്ടാ ഞാനൊരു ഫേക്ക് പെണ്ണ് കാണൽ പ്ലാൻ ചെയ്തു.
പാവം പ്രതിക മാഡം. നടന്നതൊക്കെ ഓർത്ത് രാത്രി മുഴുവൻ വിഷമത്തിലായിരുന്നു കാണും. ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കേണ്ടതായിരുന്നോ? എന്തായാലും നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. മോനെ ദാ ചായ കുടിക്ക. ശ്രീലക്ഷ്മി എന്തേമ്മേ? അവളിതുവരെ എഴുന്നേറ്റില്ല. അമ്മ എന്തിനാ വെറുതെ അവളോട് വഴക്കിടുന്നേ? പാവം കൊച്ചുകുട്ടികളുടെ മനസ്സാവളുടെ. അവക്ക് വിഷമം മാറിയിട്ടുണ്ടാവില്ല. അമ്മേ, അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. ഇനിയും അവളുടെ പഠിപ്പിന് വീണ്ടും ഒരുപാട് പണം ചെലവാക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഇതിനൊക്കെയുള്ള പണം നീ എവിടുന്ന് കണ്ടെത്തും മോനെ? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാമേ. രാജു, ഇനിയും അവളെ പഠിക്കാൻ അയക്കണോ? നല്ലൊരു ബന്ധം ആലോചിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതല്ലേ മോനെ നല്ലത്? അമ്മ എന്താ ഈ പറയുന്ന? അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് കഴിയുന്നത്ര വിദ്യാഭ്യാസം നൽകണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പഠിച്ചൊരു നിലയിലെത്തിയ ആരുടെ ആശ്രയം സ്വീകരിക്കാതെ അവൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനാവില്ല അമ്മേ. അവളുടെ വിദ്യാഭ്യാസ ചിലവിനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. രാജുവിന്റെ കൂടെ ദൈവം മാത്രമല്ല, വർമ്മ സാറും ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ശരി അമ്മ. നിക്ക് നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? രാജു ചേട്ടനായിട്ട് രമ്യ ചേച്ചിയുടെ കല്യാണമാണെന്ന് കേട്ടു, ശരിയാണോ? എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ? രാജു ചേട്ടനും രമ്യ ചേച്ചിയും സൂപ്പർ ജോഡിയാണ് കേട്ടോ. ചേച്ചി, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങാൻ ക്യാഷ് തരുമോ? അയ്യോ, ഞാൻ കാശൊന്നും എടുത്തില്ലല്ലോ. രമ്യ ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നാൽ നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ഡാൻസ് കളിക്കും. ആണോ? സോ സ്വീറ്റ്. നിങ്ങള് ജോസങ്ങളുടെ കടയിൽ പോയി ഐസ്ക്രീം മേടിച്ചോ, കാശേ ഞാൻ തരുന്ന് പറഞ്ഞാ മതി. താങ്ക്സ് ചേച്ചി. ഈ കുട്ടികളുടെ ഒരു കാര്യം. ഇതെന്ത് നോക്കി നിൽക്കുക? നീ ഇപ്പൊ വീണേനെ. ഞാൻ എപ്പോഴേ വീണതല്ലേ രാജു? എന്താ? അല്ല, ഞാൻ വീഴുന്നതിന് മുന്നേ രാജു പിടിച്ചല്ലോ, അതിന് താങ്ക്സ് പറഞ്ഞതാ. ആ, അതൊക്കെ പോട്ടെ. നീ എന്താ മുകളിലേക്ക് നോക്കി നിന്ന? എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാനേ വെറുതെ നോക്കി നിന്നതാ.
എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്റെ ഹൃദയം രാജുവിന് മുന്നില് തുറന്നു കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തമ്മില് ഒന്നാവുന്ന നിമിഷത്തിന് വേണ്ടിയാ ഈ രമ്യ ജീവിക്കുന്നത്. രാജു, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇത് എത്ര പവനായിരിക്കും? ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങി എവിടെയെങ്കിലും ഇട്ടോണ്ട് പോവാൻ ഈ ജന്മത്ത് എനിക്ക് സാധിക്കോ? ഹലോ, എന്താ പരിപാടി? അയ്യോ സാറേ, ഞാനിത് എടുത്തോണ്ട് പോകാനൊന്നുമല്ല. അടുത്ത് കണ്ടപ്പോ ആഗ്രഹം കൊണ്ടൊന്ന് നോക്കിപ്പോയതാ. സാറ് ക്ഷമിക്കണം, ദയവേത് ആരോടും പറയരുത്. അതിനിപ്പോ എന്താ? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. 1-2 ഫോട്ടോ എടുത്തെന്നല്ലേ ഉള്ളൂ. പിന്നെ സൗന്ദര്യമുള്ള വസ്തുക്കൾ കാണുമ്പോ ആർക്കായാലും ഒരു കൗതുകവും ആഗ്രഹവും ഒക്കെ തോന്നും. അത് സാധാരണ അല്ലേ? അതെ, എനിക്കിപ്പോ ദിവ്യയോട് ഒരു കൗതുകവും ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. ദിവ്യക്ക് ഇത് വേണോ? എടുത്തോ. ബട്ട് 1 കണ്ടീഷൻ. ദിവ്യ, എനിക്കിത്തിരി സ്നേഹം തരണം. എന്ത് പറയുന്നു ദിവ്യ? സാർ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഒന്നും മനസ്സിലാവാത്ത പോലെ. ഞാൻ പറയുന്നതൊക്കെ ദിവ്യ അനുസരിച്ച ദിവ്യക്ക് ഞാൻ ഇതുപോലത്തെ ഒരുപാട് ആഭരണങ്ങൾ തരും. സാനിയ മാഡം ഹസ്ബൻഡ് എത്താറായി. നീ വേഗം പോയി അവളുടെ റൂം ക്ലീൻ ചെയ്യ്. ശരി രാജുവേട്ടാ. ഇവിടുത്തെ സെർവൻസിന് ജോലി പറഞ്ഞു കൊടുക്കുന്നതും അവരെന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനം എടുക്കുന്നതും അമ്മാവന്റെ പി ആയിരുന്നു. ഇന്ന് ഇവിടെ വരുന്ന അതിഥികള് സ്വന്തം സഹോദരിയും ഭർത്താവും ആണ് എന്ന് പോലും മറന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ ചിലര് നടക്കുമ്പോ ഈ പി എക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുന്നത് എന്റെ ശീലം. മകളുടെ നാമം സാനിയ, നക്ഷത്ര അശ്വതി അല്ലേ? ആ അതെ, മരുമകന്റെ പേര് അഖിൽ, നക്ഷത്ര ഉത്രാടം. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരുമകൻ ബാംഗ്ലൂരിൽ പുതിയ ബിസിനസ് ആരംഭിച്ചു അല്ലേ? അതെ അതെ. യാതൊരു ആശങ്കയും വേണ്ട, അവർ വയ്ക്കുന്ന ഓരോ ചുവടും നേട്ടങ്ങൾ മാത്രമായിരിക്കും. എല്ലാം നിങ്ങളുടെ മകളുടെ ജാതകത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജാതകവശാൽ ജനിച്ച വീടിനേക്കാൾ ഭർത്തൃ വീട്ടിലാണ് സാനിയ ഐശ്വര്യം ചൊരിയുക. പിന്നെ നല്ല മനസ്സുള്ളവർക്ക് എന്നും നല്ല കാലമായിരിക്കുമല്ലോ. അതെ അതെ. എന്റെ അനിയത്തി അളിയനും തുടങ്ങിയിരിക്കുന്ന പുതിയ ബിസിനസിന്റെ ഐശ്വര്യത്തിനെ നടത്തുന്ന പൂജയാണിതെന്ന് തിരുമേനിക്ക് അറിയാലോ.
ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഭഗവാന്റെ അനുഗ്രഹ പ്രസാദം കൊണ്ട് ഒരു കുറവും വരില്ല ദീപക് സാറേ. ശേഖര, ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? നടക്കുന്നുണ്ട് ചേച്ചി. സാനിമോൾക്ക് വേണ്ടി നടത്തുന്ന പൂജ അറിയാലോ. യാതൊരു പാകപ്പിഴയും ഉണ്ടാവരുത്. ഇല്ല ചേച്ചി, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റതല്ലേ. എല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയാൻ, ഈ വീട്ടിലെ നായയുടെ ചില കാര്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നായയുടെ കാര്യോ? അതെന്താ ശേഖരൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്താ അവൻ ഉദ്ദേശിച്ചത്? എന്റെ മകനെയാണ് അവൻ നായ എന്ന് പറഞ്ഞിട്ട് പോയത്. അവൻ അത്രയ്ക്ക് അഹങ്കാരമായോ? കാണിച്ചു തരാൻ ശേഖര നിനക്ക് ഞാൻ. അമ്മേ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. വേഗം വരണേ. അംബിക ചേച്ചിക്ക് രാവിലെ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ഇനി ആ ദേഷ്യം ചേച്ചി എന്നോടാവും കാണിക്കുക. അതൊന്നുമില്ല. ആട്ടെ, ഋതുമോളും അപ്പുമോളും ഉണർന്നോ? അവരൊക്കെ എപ്പോഴേ ഉണർന്നു. അപ്പോ റെഡിയായിക്കൊണ്ടിരിക്കുക. ഋതുമോള് റെഡിയായി റൂമിലിരിക്കുക. ചേച്ചിയെ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നാൽ അന്നത്തെ ദിവസം എനിക്ക് വളരെ നല്ലതായിരിക്കും. എന്തായാലും ചേച്ചിക്ക് സന്തോഷമായില്ലേ? സന്തോഷായി പ്രതാപ. സാനിയെ വിളിച്ചിരുന്നു. ഇവിടെ പൂജ കഴിഞ്ഞതിന് ശേഷം അമ്മാവനെ വിളിച്ചോളാന്ന് അവള് പറഞ്ഞു. ഞാൻ അവളെ അതിനു മുമ്പ് അങ്ങോട്ട് വിളിച്ചോളാം. എന്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടിയാ. ഇപ്പോ വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. ഇന്നലെ വിളിച്ചപ്പോഴേ അവൾ അമ്മാവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. നിനക്ക് വിഷമാവൂന്നോർത്താ ഞാനത് പറയാതിരുന്നത്. അവളെ ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാ, പറക്കം മുറ്റിക്കഴിഞ്ഞാ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചല്ലേ പറ്റൂ. ആ, ഋതുമോള് വന്നല്ലോ. ഒരു മംഗളകർമ്മം നടക്കാൻ പോകുമ്പോ ഇവിടെന്തിനാ ഇവിടേക്ക് ഇറങ്ങി വരുന്നത്? എന്ത് നല്ലത് നടന്നാലും അവിടെ ഉണ്ടാവും ആദ്യത്തെ ആളായി. എന്നിട്ടോ എന്തെങ്കിലും വേണ്ടാത്ത പ്രവർത്തിച്ച് ആ ദിവസത്തെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തു. ഇവിടെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? വിവാഹ ദിവസം എന്തൊക്കെയാ നടന്നെന്ന് ഇവിടെ എല്ലാവരും മറന്നോ? പ്രതാപ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ പറഞ്ഞെന്തിനാ നീ ഋതുമോളെ വഴക്ക് പറയുന്നത്? അവളിനി തെറ്റുകളൊന്നും ആവർത്തിക്കില്ല. ഋതുമോളെ, മോളിങ് വന്നേ. വേണ്ട. ചേച്ചിയാണ് ഇവിടെ ലാളിച്ചിങ്ങനെ വഷളാക്കിയത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പൂജ കഴിയുന്നവരെ അവള് മുറിയിലിരിക്കട്ടെ. വിവാഹ ദിവസം ഇവളുടെ അശ്രദ്ധ കാരണം ഉണ്ടായി പുകിലൊന്നും ചേച്ചി മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവളെ ആരും സപ്പോർട്ട് ചെയ്യണ്ട. ഇവളോട് കയറി പോവാൻ പറയും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? ആ ഭദ്രകാളി ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ വാ തുറക്കും? നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ പ്രതാപ? വേണ്ട ചേച്ചി, പൂജ കഴിഞ്ഞിട്ട് കഴിക്കുന്നതല്ലേ അതിന് ശരി. അത് സാരമില്ല,
നീ കഴിച്ചോളൂ. ഏയ്, സാനിയും മോൾക്കും ഭർത്താവിനും വേണ്ടി നടത്തുന്ന പൂജയല്ലേ, എല്ലാം അതിന്റെ രീതി അനുസരിച്ച് തന്നെ നടക്കണം. ഉം. ചേച്ചി, ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ ജോലി ഭാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂരുള്ള നമ്മുടെ ഫാക്ടറിയുടെ എല്ലാ ചുമതലകളും മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നല്ല കാര്യമല്ലേ പ്രതാപ? പിന്നെ ദീപകിന് ബിസിനസ്സിൽ നല്ലൊരു ഭാവി ഉണ്ടെന്നാ എന്റെ വിശ്വാസം. അക്കൗണ്ട്സിലൊക്കെ അവൻ മിടുക്കനാ. പിന്നെ അവന്റെയും കൂടി മുതലല്ലേ. ഈ തമാശക്കളിയൊക്കെ ഒന്ന് മാറി അവനൊന്ന് ഡിസിപ്ലിൻ ആകാനും ഈ ഉത്തരവാദിത്തം അവനെ സഹായിക്കും. അത് വേണോ ചേച്ചി? നമ്മുടെ ബിസിനസ്സുകളിൽ ഏറ്റവും ലാഭകരമായി പോകുന്നതാണ് കോയമ്പത്തൂരിലെ ഫാക്ടറി. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഏൽപ്പിക്കുന്നതല്ലേ അതിന്റെ ശരി.